കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് CCTV അടക്കം പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീ കന്നാസിൽ പെട്രോൾ വാങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഈ പെൺകുട്ടിയാണ് എന്ന വാർത്തയും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ജീവൻ കൂടി വയറ്റിലുള്ളപ്പോൾ മരിച്ച സോന എന്ന യുവതിയുടെ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. ഏത് വാർത്തയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാതെയാണ് ഓരോരുത്തരും ഈ വാർത്തയെപ്പറ്റി അറിയുകയും ചോദിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ സോനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും സോന എന്തിനാണിത് ചെയ്തതെന്നും അല്ലെങ്കിൽ സോനയോട് ആരെങ്കിലും എന്തിനാണ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ളത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തി നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നു. ചെറുവണ്ണൂർ കക്കറമുറിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി സോന മരിച്ച സംഭവം എല്ലായിടത്തും വാർത്ത വന്നതാണ്. തീപിടുത്തത്തിന് കാരണം പെട്രോൾ എന്ന പോലീസ് നിഗമനം ഉണ്ടായിരുന്നു. സോനയുടെ ശരീരത്തിലും പെട്രോൾ കണ്ടെത്തിയിരുന്നു. കാറിന് ഇന്ധന ചോർച്ച ഇല്ലെന്ന ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിച്ചതല്ലെന്നും ഫോറൻസിക് റിപ്പോർട്ട് പറഞ്ഞതോടെ തന്നെ ഇതാരോ മനഃപൂർവ്വമായി ചെയ്തതാണ്, അല്ലെങ്കിൽ സോന ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഇതിനു മുൻപും ആത്മഹത്യയ്ക്കുള്ള പ്രേരണ സോനയ്ക്കുണ്ടായിരുന്നതായി പറഞ്ഞിട്ടുണ്ട്. സാഹചര്യത്തിൽ തീ കത്താൻ ഉപയോഗിച്ച പെട്രോൾ എങ്ങനെ കാറിലെത്തി എന്നത് കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഇതെല്ലാം ഇതുവരെ എത്തിയത് എന്നുകൂടി പറയണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പെട്രോൾ പമ്പുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ടൗണിലെ പെട്രോൾ പമ്പുകളുടെ CCTV ആയിരുന്നു പിന്നീടുള്ള കണ്ണുകൾ. വാഹനത്തിലെത്താതെ പമ്പിലെത്തി പെട്രോൾ വാങ്ങി ചിലരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. നടുവണ്ണൂർ റോഡിന് സമീപം കന്നാസുമായി പോകുന്ന CCTV ദൃശ്യത്തിൽ പതിഞ്ഞ സ്ത്രീയായിരുന്നു പിന്നീട് എല്ലാവരുടെയും കൺമുന്നിലുണ്ടായിരുന്നത്. കന്നാസുമായി പോകുന്ന CCTVയിൽ പതിഞ്ഞ സ്ത്രീയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു ആദ്യമൊക്കെ. എന്നാൽ ഇത് സോനയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി പലരെയും ഇത് ആത്മഹത്യയിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു. മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതിനു മുൻപും ആത്മഹത്യ പ്രവണത കണ്ടിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. കേസും ബഹളവുമൊക്കെ ആയിട്ടും ഇയാളെ മതി എന്ന് പറഞ്ഞു പോയി വീട്ടുകാരറിയാതെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ അതിനിടയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണോ അതിൽ നിന്ന് പിന്നീട് ഈ കുടുംബം ഇപ്പോൾ കേൾക്കുന്നത് മകളുടെ ദുഃഖവാർത്ത തന്നെയാണ്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് സോനയുടെ കുടുംബം. തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ സോനയുടെ കുടുംബത്തിന് അതിയായ ആഗ്രഹവും അവകാശവും ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു വാർത്തയെപ്പറ്റി പ്രതികരിക്കുമ്പോഴും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുമ്പോഴും ഇങ്ങനെയല്ലാതെ നമുക്കൊന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാകില്ല.